ശ്രീമതി പത്മിനി എന്തോ പറയാൻ വന്നു, എന്തായിരുന്നു? പറഞ്ഞതൊക്കെ ഞാൻ കേട്ട് പറഞ്ഞതൊക്കെ ഞാൻ കേട്ട് ഡോക്ടർമാരുടെ അടുത്ത് അങ്ങനെ ഒരു തെറ്റ് പറ്റൂല എന്നുള്ളത്, തെറ്റ് പറ്റി കഴിഞ്ഞാൽ തെറ്റില്ല എന്നുള്ളത് കണ്ടാൽ വീണ്ടും ഒരു സർജറിക്ക് ഞങ്ങൾ വന്നിട്ട് ഓല് വന്നിട്ട് പറയാൻ വരുമോ? പെട്ടെന്നുള്ള സർജറി ചെയ്യണം, എമർജൻസി സർജറി ചെയ്യണം എന്നുള്ളത് ഞങ്ങളോട് വന്ന് പറയാൻ വരില്ലല്ലോ. ഓരോരുത്തർ തെറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ വേറൊരു ഡോക്ടറാണ് 3 കമ്പിയും കൊണ്ട് തന്നിട്ട് 10 മണിക്കാണ് വന്ന് പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് സർജറിക്ക് ഒരുങ്ങണം, എമർജൻസി സർജറിയാണ് ചെയ്യേണ്ടി വരട്ടോ എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഈ കമ്പി കൊണ്ട് തന്നു പോണത്. അതെന്ത് കാരണം കൊണ്ടാണ് പറയാനുള്ള കാരണം? തെറ്റോലടുത്ത് പറ്റിയിട്ടില്ലെങ്കിൽ ഈ കമ്പി കൊണ്ട് തന്നിട്ട് സർജറി ചെയ്യണമെന്ന് പറയുമോ? എന്നിട്ട് എൻ്റെ മകൻ പറഞ്ഞു എനിക്ക് എൻ്റെ സ്നേഹിതന്മാർ വരാതെ കണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടസ്സപ്പെട്ടിട്ട് അല്ലെങ്കിൽ വീണ്ടും എൻ്റെ മോൻ്റെ കയ്യാവൂല് കൊത്തി മുറിക്കൂല ഇന്നോ. ഇപ്പം ഞാൻ ഓരോരോ ഡോക്ടറെ ഞാൻ തോന്നുന്നുണ്ടോ സാറോട് പറഞ്ഞത് കളവ് പറയണം. അങ്ങനെ രോഗികൾക്ക് അറിയാം കമ്പി ഏതാ ഇട്ടത് എന്താ ഇട്ടത് എന്നുള്ളത്. കമ്പി മാറി ഇട്ടതിനെ കൊണ്ടാണല്ലോ രണ്ടാമതും സർജറി ചെയ്യണം എന്നുള്ളത് പറഞ്ഞത് വേറെ ഡോക്ടർ വന്നിട്ട്. ആ ഡോക്ടർ വന്നിട്ട് 3 മാസമായിട്ടുള്ളൂ പോലെ. എൻ്റെ മോനെ നോക്കി ഓപ്പറേഷൻ ചെയ്യാൻ വന്ന ഡോക്ടർ 30 വർഷമായി ഇവിടെ. ഞാനാണ് ഇവിടുത്തെ വലിയ ആൾ. എന്നോട് നിങ്ങളൊരു ചോദ്യം ചോദിച്ചു. ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ കീഴിൽ പണിയെടുക്കുന്ന ഡോക്ടർമാർ ഞങ്ങളോട് പറയാണ് എമർജൻസി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വിഷമമില്ലാതെ നിൽക്കുമോ? അല്ല, ഒരു ജൂനിയർ ഡോക്ടറാണ്. ആ ഡോക്ടറിന് എന്താണ് അനുമാനത്തിൽ പറ്റിയ അല്ലെങ്കിൽ നോക്കിയതിൽ പറ്റിയ പിഴവാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം അതിന്റെ സീനിയർ ഡോക്ടർ കണ്ടപ്പോൾ അങ്ങനെയൊന്നും വേണ്ട, സർജറി വേണ്ട എന്ന് അപ്പം തന്നെ തീരുമാനിച്ചു എന്നാ പറയുന്നത്. അങ്ങനെയാണോ? രാവിലെ വന്നപ്പം പറഞ്ഞ് സർജറി ചിലപ്പോൾ ഒന്നും വേണ്ടി വരും, ഈ കമ്പി എടുക്കാൻ വേണ്ടി വന്നാൽ അന്നേരം ഒരു സർജറി വേറെ ഞങ്ങൾക്ക് നടത്തിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്ന് എൻ്റെ മോളോടാണ് പറഞ്ഞത്. ഞാനില്ലായിരുന്നു. ഞാൻ അവൻ്റെ കരച്ചിൽ കേട്ടിട്ട് പുറത്തേക്ക് പോയിരുന്നു. ശരി, ഞാൻ